का स्वागत है आपकी फेवरेट रिएक्शन चैनल में। और आज हम लेके आए पड़ाकलम मूवी के सीन 2 का रिएक्शन। तो इंट्रो सीन में हमने देखा कि रंजीत सर जो है ना वो कुछ ना कुछ यहाँ पे चीज़ें जानते हैं और उनके पास वो मैजिक है जो हमने देखा है स्टार्टिंग में कि भाई जो राजे महाराजाओं ने बंद कर दिया था टीपू सुल्तान से चोरी करने के बाद, पर अब जो है इनके पास वो पावर्स हैं और उससे ये किसी को कंट्रोल कर पा रहे हैं। तो ये तो भाई अनलिमिटेड पावर हो गई। सच में इनको कैसे ये चीज का एक्सेस मिला वो भी अलग ही स्टोरी होगी, पर ये कंट्रोल कर करके भी एक यूनिवर्सिटी या कॉलेज को कंट्रोल कर रहा है। इनको तो पूरी दुनिया को कंट्रोल करना चाहिए। बट ये होता है ना, स्टार्ट तो कहीं ना कहीं से आप वहीं से करते वो हो। 24 में भी देखा था ना हमने। हाँ, तो देखते हैं क्या होगा। तो आप भी देखो, हम देखते हैं। लेट्स स्टार्ट। मनु स्वराज। हाँ ऐसा ही हुआ। ടൈമിംഗ് തെറ്റണ്ട ഞാൻ പറഞ്ഞേ ടൈമിംഗ് തെറ്റും എന്തുവാടാ ഇത് കുറെ നേരം തുടങ്ങിയിട്ട് എന്ത് പ്രശ്നം എന്ത് രഞ്ജിത്ത് സാറ് പ്രിൻസിപ്പൽ സാറിനെ തലാണ് ഞാൻ കണ്ട് പിന്നെ എടാ രഞ്ജിത്ത് സാറല്ല ഷാജി സാർ. ആ എടാ അല്ലടാ രഞ്ജിത്ത് സാറാടാ. പുള്ളിക്ക് എന്താ കൂടോത്രം വശമുണ്ട് കേട്ടാ. കൂടോത്രോ? ബ്ലാക്ക് മാജിക്. പെണ്ണും പോയി കിളിയും പോയി. അങ്ങനെയാണ് നീ പറ. ഷാജി സാറിനെ പെട്ടെന്ന് അങ്ങ് വട്ടളകിയ. എടാ അങ്ങനല്ലടാ, മനുഷ്യന്റെ മനസ്സിന്റെ കാര്യമില്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവൂലേ ഇവന്റെ അച്ഛന്റെ പോലെ. അപ്പൊ എച്ചോടി എന്റെ സന്തോഷത്തില് ഷാജി സാറിനെ ചുമ്മാ അങ്ങ് വട്ടളകി അല്ലേ? ശരി, പക്ഷെ അപ്പോഴും രഞ്ജിത്ത് സാറിൽ എന്താടാ ചെയ്ത്? പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്നറിയാം, പക്ഷെ വിശ്വസിക്കണം. വിശ്വസിക്കോടാ? ഞാൻ വിശ്വസിക്കില്ല. നോക്കാം. രഞ്ജിത്ത് സാറ് എങ്ങനെയോ ഷാജി സാറിന്റെ ബോഡി അടിപൊളി. എടാ ഇത് രഞ്ജിത്ത് സാറാണ്, ദിഗംബരനല്ല. ഞാൻ ഉറങ്ങ്, ഞങ്ങളെ ഫ്ലിപ്പാക്കാതെ. ഞാൻ കണ്ട് ഓജവോടോ മറ്റേ ജുമാൻജി എന്തോ സാധനം വെച്ച് പുള്ളി ബോഡി കൺട്രോൾ ചെയ്ത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് എടാ ഇവനീ പറഞ്ഞാലും നമ്മളങ്ങനെ തള്ളിക്കളയണം. എനിക്ക് രഞ്ജിത്ത് സാറിനെ നേരത്തെ പോലെ ഡൗട്ടുള്ള. എന്ത് കാര്യത്തിന്? എടാ നമ്മുടെ മെൽവിൻ സാർ മരിച്ചതിന്റെ വേക്കൻസിയിലല്ലേ പുള്ളി ഒന്ന് ജോയിൻ ചെയ്തേ. അതിന് എടാ മെൽവിൻ സാർ അങ്ങനെ മരിച്ചവന്റെ വിദൂര സാഹചര്യത്തിലല്ലേ? ആ അതിലല്ലേ. അതും ആ സമയത്ത് ഭയങ്കര കേസൊക്കെ ആയിട്ട് പെട്ടെന്ന് അങ്ങ് തേഞ്ഞു വന്നു പോയി. എന്താ കാര്യം? അയ്യോ ആലോചിക്ക്. എടാ എന്തും പറഞ്ഞ് ഇന്ത്യക്ക് യൂഹത്തിന്റെ പുറകെ നടക്കാൻ നമുക്ക് സമയമുണ്ടോ? ഒന്ന് ആലോചിക്കുക, സമയമുണ്ടോ? അതിന് സമയം കളയാനായിട്ട് നമുക്ക് ആർക്കും ഇപ്പം കാമുകന്മാരൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതിന് സമയം കളയാം. ഷാജി സാറ് എടാ ഞാൻ HOD ആണ് സാറേ, എനിക്ക് ഭ്രാന്തില്ലാന്ന് നിങ്ങൾ കണ്ടായിരുന്നു. HOD ആയെന്നും പറഞ്ഞ് ഇങ്ങനെ വട്ടാവൂ. നമുക്ക് ഇവൻ പറയണതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്നൊന്ന് അന്വേഷിച്ചു നോക്കാം. पर मैं आके देखो इसे बता दूं तो किसी को नहीं मानता। एक्सप्लोर करने को रेडी होता अगर तू बोलती सच ही है। रंजीत सर को सब कुछ नेचुरल दिखाना है, मतलब कि भाई ये तो नेचुरल ही हो गया। और रंजीत सर तभी बच्चों की साइड पूरी रहते हैं कि हाँ भाई वो फिर ऊपर की गेम अपने आप देखते हैं। ഓ സസ് എന്ത് എടാ സ്കിബിടി കബഡിയാ മലയാളത്തിൽ പറഞ്ഞ കുരിപ്പേ. എടാ നികുണ്ടതല്ലേ ആ സാധനം. സ്വന്തമായിട്ടൊരു പൊളപ്പം താറുള്ള ആളാ. എന്നാൽ ആഴ്ച 3 ദിവസം കോളേജ് ബസ്സിലേ വരത്തുള്ളൂ പിള്ളേർ കൂട്ടിരിക്കാൻ. എന്തോ അടങ്ങിയത്. ഇയാളെ ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേ അത്ര ഓവറല്ല. क्या बात है। 3 दिन बस पे 3 दिन बाइक पे. ലോഗോ ഇനോഗ്രേറ്റ് ചെയ്യാനായി ലോഗോ ഡിസൈൻ ചെയ്ത രഞ്ജിത്ത് സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. लोगो डिजाइनर भी यही है. എടാ അങ്ങനെ ഡിസൈൻ ചെയ്ത ലോഗോയിൽ ട്രയാങ്കിൾ കണ്ടു. അതിന് അങ്ങനെ ഇല്ലുമിനാറ്റിയാണ്. Yes. इनका डॉग इतना वो क्यों है? वीक. जॉन विक. എടാ ഈ ബ്രാൻഡ് എങ്ങനെ? ബ്രാൻഡല്ല ബ്രീഡ്. ഞാനിപ്പോ അയാളെ സ്വപ്നം കാണാനൊക്കെ തുടങ്ങി. അത് ഡാർക്കാണ്. ഇങ്ങനെ നീയൊക്കെ വന്നു നാളെ പ്രേമിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഡൗട്ടൊക്കെ ക്ലാസ്സിൽ വെച്ച് ചോദിക്കുന്നത്. ഹായ്. ഇവൻ പറഞ്ഞ ശരിയാണേ ഉണ്ടല്ലോ, ഒരു ഷോട്ട് ആണ് എടുത്ത് ഇങ്ങനെ 2 വെടി. भाई ये सर कुछ अलग ही है. എനിക്ക് മനസ്സിലായ കാര്യം വെച്ചിട്ട് രഞ്ജിത്ത് സാറാണ് നമ്മുടെ കോളേജിലെ ഏറ്റവും പൊളി സാറ്. ചുരുക്കി പറഞ്ഞ അക്ഷരം തെറ്റാണ് സാറെന്ന് വിളിക്കാം. പിന്നെ ഇവൻ പറഞ്ഞ പോലെ കൂടോത്രത്തിനും മന്ത്രവാദത്തിനൊന്നും ഒരു തെളിവില്ല. ഞാൻ വിശ്വസിക്കില്ല കേട്ടോ തോന്നുന്നു. പക്ഷെ അതല്ലടാ, ये कौन से फार्म നിങ്ങൾ ആരെങ്കിലും അയാളെ ചിരി ശ്രദ്ധിച്ചിട്ടുണ്ടാ? അയാൾ സാധാ ചിരിയല്ല, ആര് കാണാത്ത സമയത്താണ് ഒരു ചിരി. Agreed. അതിലെന്തോ ഒരു പന്തിയുണ്ട്. बहुत शातिर है. भाई डॉग भी ऐसे देख रहा था. सैटेनिक है बहुत ज्यादा ये. HOD बन गए जो ये चाहते थे.
എടാ അയാളുടെ മോട്ടീവ് ഇപ്പഴാ കറക്റ്റ് ആയത്. ക്വാളിഫിക്കേഷൻ വെച്ച് ഷാജി സാറ് പോയ അടുത്ത എച്ചോടി രഞ്ജിത്ത് സാർ എന്നാ എനിക്കറിയാം. നല്ല മോട്ടീവ്. ഒന്ന് പോയടാ. എടാ ഇവൻ പറയുന്ന പോലെ അങ്ങനെ മന്ത്രവാദമൊക്കെ വശമുണ്ടെങ്കിൽ ഇവിടെ ചൂടായിട്ട് കെട്ടിക്കിടക്കേണ്ട കാര്യമുണ്ടോ? അത് ഈ കോളേജിൽ അവന്റെ ഒരു സേതുറാമിയർ CBSE. എടാ ഇതാ മന്ത്രവാദത്തിന്റെ ബിഗിനിങ് സ്റ്റേജ് ആണെങ്കിൽ ഞാൻ നിങ്ങളോടൊക്കെ ഒരു 1000 തവണ പറഞ്ഞിട്ടുണ്ട് ആ ബാഗ് ശ്രദ്ധിക്കാൻ. ആ ഓജോബോർഡ് പോലത്തെ സാധനം ആ ബാഗിനകത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ ബാഗ് ഫുൾ ടൈം അയാളുടെ കൂടെ തന്നെ ഉണ്ട്. അയാൾ എവിടെ പോയാലും ആ ബാഗ് കൊണ്ടേ പോകത്തുള്ളൂ. അപ്പൊ അതിലെന്തോ ഇല്ലേ? लोग नोटिस कर रहे हैं എടാ അതിവിദഗ്ധമായിട്ട് ആ ബാഗ് അടിച്ചു മാറ്റണം. പോയി എടുത്തോ? छोड़ते ही नहीं है. വേണ്ട പിന്നെ വരാം. ഇതിനകത്ത് ഇട്ടാ പോരെ, ആരും वॉशरूम में കാണത്തില്ല. भी लेके जाते हैं क्या മാറ എന്താണ് പെണ്ണുങ്ങളോടാണോ ഫോട്ടോ എടുക്കുന്നത്? പെണ്ണുങ്ങളോടാണോ ഫോട്ടോ എടുക്കുന്നത്? മെക്കാണല്ലേ? അന്തരം അങ്ങനെ ടോക്ക് മെക്കാണെങ്കിൽ क्या है ചേട്ടാ വെറുതെ മെക്കാണെങ്കിൽ ചേട്ടൻ ചുമ്മാ പറഞ്ഞാ മെക്കാണെങ്കിൽ എന്താടാ कुछ भी बहाना चाहिए लड़ाई का. मैकेनिकल की हो तो लड़ाई. അടിപൊളിയായിട്ട് ബാഗ് കൊടുത്തോണ്ട് പോകും. चलते हैं पंगे ले ചേട്ടാ लो അതുകൊണ്ടാണ് क्या നമ്മുടെ വെയിറ്റ് ചെയ്യുന്നത്. ओ छोड़ दिया. ചേട്ടാ ബാഗല്ലേ പുള്ളി അതേ വെച്ചേ. उठ വായി നോക്കിയിരിക്കാൻ പോയിരിക്കണം. एक जन आगे रहो, एक जन देख रहो. मिल गया. क्या लिखा है? यू आर स्टूपिड ऐसा कुछ लिखा होगा भारी चीज है भाई. फोटो ले लो क्या लिखा है वो आ गए सर, आ गए. अरे नहीं करो, अभी नहीं करो. फंस गए. ഞാൻ ചായ കുടിച്ചിട്ട് വരാം. സാറിന്റെ ബാഗ് മറന്നു. Oh no. अभी इस पे ही पूरा शक जाएगा उनका इसको ना कंट्रोल करने लग जाए ഡാ केले भी लेके आओ। താങ്ക്സ്. थैंक्स. क्यों? വെൽക്കം. अच्छा बैग नीचे गिरा था, उठा दिए इसलिए. കണ്ണു തുറന്നു നോക്ക്. നീ എന്താ പറഞ്ഞാ ബ്രേക്കപ്പ് ആയപ്പോ എന്റെ കിളി പോയെന്നല്ലേ? എന്തേ ഇപ്പൊ നിനക്കൊന്നും പറയാനില്ലേ? എടാ എന്നാലും സാറ് ഇതെങ്ങനെ? ആ ഇനിയപ്പോ ഇപ്പൊ അക്ഷരം തെറ്റി സാറേന്ന് വിളിക്കാല്ല? അല്ലടാ ഇത് എന്താണ് ഈ ബോർഡ്? ഇതെങ്ങനെ വർക്ക് ആവണത്? അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇത് വെച്ചാ പുള്ളി കൺട്രോൾ ചെയ്യുന്ന. എടാ ഇതിലെന്താ എഴുതിയിട്ടുണ്ട്? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബോർഡ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാവാൻ തോന്നുന്നല്ലേ? കന്നഡ എന്തോ ആന്ന് തോന്നടാ. कन्नड़ा. കന്നഡേ? ഇനി കന്നഡ അറിയാവുന്ന ആളെ എവിടെ തിന്നാപ്പാനെ? കന്നഡ. एंशिएंट എന്താ इजिप्शियन എനിക്കറിഞ്ഞു. ट्रांसलेट करो. എന്താണ്? ഇല്ല 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 പറ്റില്ല ക്യാ പറ്റില്ല ഹുവാ? പറ്റില്ല. ഞാൻ ചോദിക്കില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. अच्छा इसकी गर्लफ्रेंड. अरे रे. ओहो, एक तो उसको डांस करते हुए देखना पड़ रहा है, इसलिए वो 10 दिन मिस नहीं कर रहा उसने. ഓ ചേരയാണ് ചേരുന്ന പോസാടാ അത്. कोबरा मीटिंग. നിനക്കുള്ള മുന്നറിയിപ്പാണ് അത്. ബ്രില്യൻസ്. എന്റെ പൊന്നു ചെയ്തേ, നിനക്ക് ഇങ്ങനത്തെ ഒരു കഴിവില്ലാണ്ട് പോയല്ലോടാ. ചുമ്മാ വായി നോക്കാൻ മാത്രം അറിയാം. കുനിഞ്ഞാ നടുവെട്ടി കിടക്കുന്നവനാ. അവനാ ഡാൻസ് ചെയ്യാൻ പോകും. സാരില്ല, ക്ലാസ്സിൽ പോവാം. അല്ലോ എടാ അവനോട് ഞാൻ പറഞ്ഞതാ എനിക്ക് കുറച്ചും കൂടെ സമയം വേണമെന്ന്. ഇത് ഭയങ്കര പെട്ടെന്നാ. അവന്റെ കാര്യം പറയാനാണെങ്കിൽ നീ എൻ്റെ അടുത്ത് വരണ്ട. അപ്പോ അശോ അത് ഭയങ്കര കഷ്ടായി പോയല്ലോ. പക്ഷെ ഞാൻ വേറൊരു കാര്യം കാണിക്കാൻ വന്നതാണ്. ഇതൊന്ന് നോക്കൂ. ऐसे बुरा लगेगा इससे हाँ, എന്തേ किसी को वैल्यू ही नहीं है. കുറവാണോ? ഈ അക്ഷരം കന്നഡയാണ്. ഇതെന്തോ തുളുവാണെന്ന് തോന്നുന്നു. टुलू. ആ തുളുവാണല്ലേ? Astral എനിക്ക് സംശയം ഉണ്ടായിരുന്നേ. അതാണപ്പോ. ആ ലിജോ എന്തൊരു ഡാൻസടാ, പൊളി. അല്ലടാ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ട് വന്നാണ്. ഞാൻ കണ്ട ഒരു ഡൗട്ട്. अरे तो बस कोई लड़ाई करने होता है. അല്ല ഇവനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന്. ഇതൊക്കെ നിന്നോട് സംസാരിക്കാനുള്ള പുതിയ എക്സ്ക്യൂസാ. അല്ലെങ്കിൽ ഇവർക്ക് ചുമ്മാ ഗൂഗിൾ ലെൻസ് എടുത്ത് നോക്കാറിയില്ലേ? ये तो मुझे भी लगा था. ഇല്ലടാ. ഇവന്റെ കയ്യിൽ നിന്ന് ഐഡിയ എടുക്കേണ്ട सही അവസ്ഥയാണ്. में तुम नर्ड्स हो. नर्ड्स हो सच में താങ്ക്സ്. ഡാൻസ് നടക്കട്ടെ? ഡാൻസ് പോട്ടെ. ഇവനോട് ചോദിച്ചാൽ മതി. ആ അതെ അതെ, പൊതുവെ നമ്മൾ ഇവനോടാണല്ലോ. भाई साहब इसकी अभी गर्लफ्रेंड बनी नहीं है, पहले ही पॉसेसिव हो गया. ലെൻസ്. बॉडी कट हो गया है നിന്റെ കുടുംബം മൊത്തം എങ്ങനെയാണ്? എന്തായി? ആ ഈ അക്ഷരങ്ങൾ തേങ്ങല്ല തുളുവിന് സ്ക്രിപ്റ്റ് ഇല്ലടാ. എന്താ मतलब ഇത് ബേസിക്കലി ഉണ്ടല്ലോ ഒരു പവിത്ര പുരാതനമായിട്ടുള്ള എന്തോ ഒരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെ ഇരിക്കും. പസിലാ നോക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും പസിൽ തന്നെയല്ലേ? എടാ എനിക്ക് 2 ദിവസം താ, ഞാൻ സെറ്റ് ചെയ്ത് തരാം.
വിശ്വസിക്കും ബ്രോ, ഞാൻ സെറ്റ് ചെയ്യാം. ഉഫ്, ഇത് 2 ദിവസം എന്ന് പറഞ്ഞാൽ ഉണ്ടായിച്ചെടുക്കുമല്ലോ. തുള്ളി ഇത്രയും ഡിഫിക്കൽട്ട് ആയിരുന്നാ പെട്ട്. രഞ്ജിത്ത് സാർ ഇല്ലടാ, രഞ്ജിത്ത് സാർ എന്നാ പിടി. कर दिया ഇതൊക്കെ എന്ത്? 2 ദിവസം എന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച ആയല്ലേ. 2 weeks ആ, കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നിനക്കിപ്പോ ഇതിനെപ്പറ്റി എന്തൊക്കെ അറിയാം? എന്തൊക്കെ അറിയാന്നോ? എന്താ മോനെ എനിക്കറിയാത്തായിട്ട് എന്താ ഉള്ള? मतलब എടാ, ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടേ ഈ കുത്തി കുറിച്ച് വെച്ചേക്കണില്ലേ, ഒരു ഗെയിം കളിക്കാനുള്ള instructions play a ആണ്. game. മനസ്സിലായോ? ജുമാൻജി പോലാണോ? അല്ലടാ, ലൂഡോ പോലെ. लूडो ഒരു പുതിയ ഗെയിം അല്ലേ? ഈ ബോർഡ് കണ്ട ഒരു 500 വർഷത്തെ പഴക്കം തോന്നുമല്ലോ. 500 ഒരു 2000 വർഷം 1000 years പഴക്കം. എടാ, പക്ഷേ ഈ ലുഡോ ഒരു പുതിയ ഗെയിം ഒന്നുമല്ല. പച്ചീസ് എന്ന് പറഞ്ഞ ഗെയിമിന്റെ പുതിയ വെർഷനാണ് ലുഡോ. ശകുനിയൊക്കെ മഹാഭാരതത്തിൽ കളിച്ചത് ഇതിന്റെ ഒരു വേറെ വെർഷനാണ്. മഹാഭാരത് നടന്ന എന്താന്ന് ഓർമ്മയില്ലേ? ഇല്ല, ഞങ്ങളൊന്നില്ല. എടാ, ഓരോ പ്രാവശ്യം പകിടി എറിയുന്നതിന് മുന്നേ നമ്മളൊരു വസ്തു ആദ്യം വെക്കണം. okay every time a bet വാദമല്ല, ബെറ്റ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് ബെറ്റ് വെക്കുന്നത് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം. ഒരുപോലെ എന്ന് പറയുമ്പോ പതുക്കെ പറയടാ. അല്ലേ ഒരുപോലെ എന്ന് പറയുമ്പോ ഒരുപോലെ എന്ന് പറയുമ്പോ ഒരുത്തനെ ഏത് വസ്തുവാണോ ബെറ്റ് വെക്കുന്നത് കൂടെ കളിക്കുന്ന എല്ലാരും ആ വസ്തു തന്നെ ബെറ്റ് വെക്കണം. അങ്ങനെ മനസ്സിലായ? ഇല്ല. എടാ മണ്ട, ഞാൻ പറയുന്ന ആദ്യം വ്യക്തമായിട്ട് കേക്ക്. ഇപ്പൊ ഞാൻ എഗ് പഫ്സ് ആണ് ബെറ്റ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ എഗ് പഫ്സ് മാത്രമേ ബെറ്റ് വെക്കാൻ പറ്റൂ. ഇനി ലുഡോ ഗെയിമിലെ പോലെ ഗെയിമിന്റെ ഇടയിൽ ഞാൻ നിന്റെ വെട്ടിക്കഴിഞ്ഞാ നിന്റെ എഗ് പഫ്സ് मेरा एक എനിക്ക് കിട്ടും. okay എടാ, ഇപ്പൊ നടക്കുന്ന ഈ കളിയില് രഞ്ജിത്ത് സാറ് ബെറ്റ് വെച്ചിട്ടുള്ളത് ശരീരത്തിന്റെ നിയന്ത്രണമാണ്. അതിന് പറയുന്ന പേരാണ് പരകായ നിയന്ത്രണം. എടാ, കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാല് രഞ്ജിത്ത് സാർ തുടങ്ങിയ വെച്ച ഈ കളിയില് അയാൾക്കെതിരെ നിൽക്കുന്ന ആരുടെ കരു വെട്ടി കഴിഞ്ഞാലും അയാളുടെ ബോഡി കൺട്രോൾ എനി ടൈം രഞ്ജിത്ത് സാറിന് കിട്ടും. വളരെ ഈസി ആയിട്ട്. അപ്പൊ അങ്ങനെയാണ് ഷായ് സാറിനെ രഞ്ജിത്ത് സാറിനെ കൺട്രോൾ ചെയ്തത്. ആ, അതെ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കാരണം ഷാജി സാർ हाँ वही शादी से तो नहीं खेला था उन्होंने तो bet नहीं किया കാരണമുണ്ട്. എടാ, ഗെയിം കളിക്കാൻ രണ്ടാമതൊരു പ്ലെയർ ഇല്ലെങ്കിൽ അയാളുടെ രക്തമോ മുന്നിലോ ഒരു കരു എടുത്ത് അതിൽ പുരട്ടി കളത്തിലിട്ട് കഴിഞ്ഞാ ब्लड उसकी नाक से निकल रहे थे അപ്പൊ ഷാജി സാറിന്റെ പനിനീര് രഞ്ജിത്ത് സാറിന്റെ കയ്യിലുണ്ട്. അപ്പൊ എങ്ങനാ നിർത്തുകയല്ലേ പരിപാടി? പിന്നെ അല്ല, രഞ്ജിത്ത് സാറിന് ഒരു ബ്ലാക്ക് മാജിക് പരിപാടി ഉണ്ടെന്ന് നമ്മൾ നാട്ടുകാരോടൊന്ന് പറ. ശരിക്കും ആൾക്കാര് പിന്നെ അങ്ങനെ ഈ ഫ്രോഡ് പരിപാടി കണ്ടോണ്ട് നമ്മൾ ചുമ്മാ ഇരിക്കാനാ? എന്നാ ചെന്ന് കയറി കൊടുക്കും. എങ്കെടുത്ത് മുറിച്ചടി കയറി. അതെ, ഇത് നമ്മുടെ സൂപ്പർ ഹീറോ മൊമെന്റ് ആണെങ്കിലോ? ആരുടെ മൊമെന്റ്? നമ്മൾ ഇത്ര നാൾ ഈ സൂപ്പർ ഹീറോ മൂവീസും കോമിക്സും ഒക്കെ കണ്ടിട്ട് ത്രില്ലടിച്ചിരുന്നില്ലേ? ആദ്യമായിട്ടല്ലേ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം വരുന്നത്? എടുത്ത് തലേ വെച്ചാലാ? അതിന് ഇയാൾ സൂപ്പർ വില്ലൻ ഒന്നും അല്ല. ഏറിപ്പോയി ഒരു 4-5 പേരും കൂടെ കൺട്രോൾ ചെയ്യും. 4-5 പറയുന്ന ടെസ്റ്റ് ഡോസ് ആണെങ്കിലോ ഇത് കഴിഞ്ഞ് അങ്ങനെ കോളേജ് മൊത്തം കൺട്രോൾ ചെയ്യും. അത് കഴിഞ്ഞ് കേരളം, അത് കഴിഞ്ഞ് ഇന്ത്യ, പിന്നെ ലോകത്തുള്ള മൊത്തം ആൾക്കാരെ അങ്ങനെ കൺട്രോൾ ചെയ്യും. बात तो सही അവരുടെ അത്ര കഴിവൊന്നും ലേക്കുന്ന എനിക്ക് തോന്നുന്നത്. നിനക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞുതരാം. അങ്ങനെ ജോക്കർ ആണെങ്കിൽ നമ്മൾ മിനിമം ഒരു ബാറ്റ്മാനെങ്കിലും ആവണ്ടേ? നീയൊന്നുമില്ല, വേണ്ട, ഞാൻ പോയി കയറാൻ പോവാ. എടാ, ആവേശം മൊത്തം പ്രാന്ത് കാണിക്കല്ലേട്ടാ. നകുലെ വെയിറ്റ്. എടാ, അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. എടാ, നമ്മളിത് ഇവിടെ നിർത്തി കഴിഞ്ഞാ രഞ്ജിത്ത് സാർ ഇതേ പരിപാടി പിന്നെയും തുടരും. എന്തായാലും നമ്മൾ തുടങ്ങി, ഇനിയിപ്പോ തീർക്കാം. അല്ല, ഇപ്പൊ എന്താ ചെയ്യാൻ പോണ്? चोरी करने का ആദ്യം അയാളുടെ പോലത്തെ ഒരു ബാഗ് ഒപ്പിക്കണം. എടാ, ഈ ബാഗ് മാറ്റുന്ന സാറെങ്ങനെ കണ്ടാലോ? ഇത്ര എന്താ കാരണം ലാബ് വേറെ ഫ്ലാഷിന്റെ ടീഷർട്ട് കഴിയാണ്ടൊന്ന് സ്പീഡിൽ जैसे ट्रेन में होते हैं ना सेम सेम बैग ഇത് വല്ലതും നടക്കുവോ? എടാ, നീ ലാബിലെ ഫ്യൂസ് ഊരിയാൽ മാത്രം മതി. ലൈറ്റ് ഓഫ് ആവുന്ന മൊമെന്റ് ഞാൻ സാധനം അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി. ഓക്കെ, सेम ब्राउन എടാ, ബാഗ് മാറിയ സാധനം അറിയുന്ന മൊമെന്റ് വരെ നമുക്ക് സമയമുള്ളൂ. അതിനകത്ത് നീ സാധനം ജില്ല നടത്തിയിരിക്കണം. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ്. നൈസ് ഡേ. मिशन അടിപൊളിയായി വാള് വെക്കണം. KCB-യുടെ സബ് സ്റ്റേഷൻ പോലെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ കഴിച്ചല്ലോ. नासा का पास അപ്പൊ നമ്മൾ തുടങ്ങുമല്ലേ? ഇന്നത്തെ പരിപാടി എന്താണെന്നറിയാലോ എല്ലാവർക്കും. ബാഗ് ഊരി ഫ്യൂസ് ഊരാൻ പറ. എടാ, ഫ്യൂസർ चलो ഫ്യൂസ് ഒന്നുമില്ല ഇവിടെ. ये कोई फ्यूज है ही नहीं, ये तो भाई इतना बड़ा सिस्टम है इनका ऐसा एक थोड़ी है ഈ കാർത്തിക തിരുനാൾ കോളേജ് വളരെ വെൽ എക്യുപ്ഡായ അൾട്രാ മോഡേൺ ടെക്നോളജിയുള്ള अरे अल्ट्रा मॉडर्न सारा कर दो, सब कर दो. ഭൂഗോളത്തിന്റെ സ്പന്ദനം ഇനി അങ്ങോട്ട് കണക്കിലല്ല, കറണ്ടിലാണ്. ഒരു മിനിറ്റ്. इलेक्ट्रिसिटी इज लाइफलाइन ഇപ്പഴാ ഇല്ലടാ പോത്താ. सोसाइटी जस्ट डाइड ഒരു മിനിറ്റ്, ഇതിലെന്തായാലും പോവും. ഉണ്ട പോയി. सारे सब भाई പോയില്ലേ? ഇറങ്ങട്ടെ. അതെ, പറ്റില്ല, കളഞ്ഞിട്ട് പോകും. അതെ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിനക്ക്? ഇത്രയും വിളിച്ചതില്ല, നാട്ടുകാർ മൊത്തം കാണും. എനിക്ക് ഇരുട്ട് വേണം. നീ എന്താ കൂട്ടിയാ? बैटमैन. ഞാൻ പോരാ. यार ये बहुत रिस्क ले रहा है यार. ओ
സാർ വന്നാൽ സ്വിച്ച് ഇട്ട കറണ്ട് ബാക്കി നോക്കണം. So, let's begin. नियॉन टी शर्ट कौन पहन के आता है भाई? ടീ ഷർട്ടിന് ഇരുട്ടത്ത് തിളക്കമുണ്ടോ? टीनी टाइनी बिट രഞ്ജിത്ത് ടോർച്ച് വെച്ചിട്ടാണോ നീ ഇരുട്ടോണ്ടൊക്കെ നടന്നത്? സോറി, ഞാനിങ്ങനെ ഈ അല്ല ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഊരാനൊന്നും പറ്റത്തില്ല, എല്ലാവരും അതിരിക്കും. ഒന്നും ചേട്ടാ ഞാൻ मैं यही पहन के रख दूंगी कहीं बाहर एडवेंचर पे जाऊंगी तो. പഠിത്തങ്ങനെ ശരിയാവോ? എടാ ഇത് 5 മിനിറ്റ് ശരിയാവും അല്ലെങ്കിൽ അടുത്ത ദിവസം. पर दूसरा तो रखना था. अरे वो देखेंगे नकुल कहाँ है? പൊക്കില്ലല്ലോ. സന സൂപ്പർമാൻ തന്നെ വേണ്ടി വന്ന്. അയ്യടാ കറണ്ട് കളഞ്ഞ് ഇട്ടാക്കി തന്നാലാ ബാറ്റ്മാൻ അത് മറക്കണ്ട. ഗ്രീൻലാൻഡിനെ കുറിച്ച് പറയുന്നത്. ग्रीन लैंटर्न. സോറി സോറി, മറ്റേ ബാഗ് അവിടെ അത് കാണാൻ വലിയ ഗുണമില്ലാത്തതുകൊണ്ട് ഞാൻ ലാബിൽ നിന്ന് എടുത്തില്ല. പോത്തെ നമ്മുടെ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ തൂക്കൂലേ? हाँ ആ തൂക്കും. तो बैग तो यहाँ से निकाल लिया इन्होंने, पर अभी भी बहुत बड़ा रिस्क है बिकॉज अभी ये बैग अपनी क्लास में छोड़ के आ गया, वो वहाँ पे देख लेंगे तो क्या होगा पता नहीं. एंड साथ में देखा जाए तो मेन चीज़ ये भी है कि इनका जो अभी पूरा प्लान है वो मुझे भी थोड़ा सा समझ कम आ रहा है, क्योंकि ये लेके तो जाना चाहते हैं बट इन दी एंड तो सर खोलेंगे और कहीं ना कहीं फिगर आउट कर ही लेंगे कि भाई मेरा बैग चोरी हुआ है, और फिर वो इनको जाके पकड़ लेंगे. तो ये इनके ऊपर बहुत बड़ी प्रॉब्लम हो सकती है. सच में मतलब टेम्परेरी बेसिस पे आप बेवकूफ़ बना सकते हो. और एक चीज़ मुझे बहुत अच्छी लगी इस मूवी की कि जैसे जैसे मतलब आसपास के सारे सीन्स चेंज हो रहे थे और ये लोग एक ही टॉपिक को डिस्कस किए जा रहे थे. दिस इज हाइलाइट्स कि आप किसी टॉपिक में घुसे हुए होते तो बाकी की सारी चीज़ें ब्लर हो जाती. वो पीछे लड़ाई हो रही थी, वो लोग वॉशरूम गए, कैंटीन जा रहे हैं, हर जगह सेम टॉपिक डिस्कस हो रहा है. सही में. और ये वहाँ पे वो मस्त है, उसे ग्रीन लैंटर्न की शर्ट पूरी की पूरी ब्राइट हो गई थी नियॉन वहाँ पे. तो आप लोग कैसा लगा सीन आप हमें कमेंट सेक्शन में जरूर बताएगा. तो ऐसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए और सब्सक्राइब करिए. बाय.